സബ്ജക്റ്റ് ആയ റോമൻ കോൺക്വസ്റ്റ് ആണ്. ഓക്കെ, സോ റോമൻ കോൺക്വസ്റ്റ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ബ്രിട്ടീഷ് ഐൽസിനെ പറ്റിയിട്ടും ദി 4 ജോഗ്രഫിക്കൽ പാർട്സ് ഓർമ്മയുണ്ടോ? അതൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? യെസ്. സോ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, വളരെ നന്നായി നമ്മൾ ഡിസ്കസ് ചെയ്തു, നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ ഇതാ രണ്ടാമത്തെ യൂണിറ്റിലോട്ട് കടക്കുകയാണ്, റോമൻ കോൺക്വസ്റ്റ്. ഓക്കെ, സോ റോമൻ കോൺക്വസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പോയിന്റ്സ് ആണ് ഇതിൽ റിമെമ്പർ ചെയ്ത് വെക്കേണ്ടതുള്ളത്. ഓക്കെ, ഇത് ചരിത്രം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇവന്റ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇവന്റ്സുകളുടെ ഒക്കെ പോയിന്റുകളാണ് നമ്മൾ ഇന്ന് നന്നായി ഓർത്ത് വെക്കേണ്ടതും. സോ ആ പോയിന്റ്സിലൂടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങൾ എഴുതാനും നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇന്ന് ലെസണിലോട്ട് കടക്കാം. ഓക്കെ, ഫൈൻ. റോമൻ കോൺക്വസ്റ്റ്. ഓക്കെ, റോമൻ കോൺക്വസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, റോമൻസിന്റെ ഇൻവേൻഷൻ ആണ്. ഓക്കെ, അപ്പോൾ ബ്രിട്ടൻ. ഓക്കെ, ബ്രിട്ടനെ റോമൻസ് ഇൻവേഡ് ചെയ്ത ഇവന്റ്സ് ആണ് നമ്മൾ ഇവിടെ റോമൻ കോൺക്വസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആരാണ് ബ്രിട്ടനെ ഇൻവേഡ് ചെയ്തത്? ആരൊക്കെയാണ് ആ റോമൻസ്? ആരൊക്കെയാണ്? ഓക്കെ, സോ അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ലെസണിലോട്ട് വരാം. ഓക്കെ, സോ ആക്ച്വലി രണ്ട് തവണകളായിട്ടാണ് റോമൻസ് ബ്രിട്ടനെ ഇൻവേഡ് ചെയ്തത്. സോ ആദ്യത്തെ പ്രാവശ്യം ആക്ച്വലി 54 BC ജൂലിയസ് സീസർ ആണ് ആദ്യമായിട്ട് ബ്രിട്ടനെ ഇൻവേഡ് ചെയ്ത ആള്. ഓക്കെ, എംപറർ. അതിനുശേഷം രണ്ടാമതായിട്ട് 43 AD ക്ലോഡിയസ്, ദി എംപറർ ക്ലോഡിയസും ബ്രിട്ടനെ ഇൻവേഡ് ചെയ്തിരുന്നു. ഓക്കെ, സോ ഇങ്ങനെ രണ്ട് പാർട്ടായിട്ടാണ് ബ്രിട്ടനെ റോമൻസ് ഇൻവേഡ് ചെയ്തത്. സോ ഇത് രണ്ട് ഇവന്റ് ആണ്. രണ്ടിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഈ രണ്ട് ഇവന്റിനോട് കൂടി ബ്രിട്ടനിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ലെസണിൽ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു 54 BC ജൂലിയസ് സീസർ ബ്രിട്ടനെ ഇൻവേഡ് ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഏതൊക്കെ രീതിയിലാണ് നോക്കുമ്പോൾ ഗാലിക് വാറിന്റെ ഭാഗമായിട്ടാണ് ജൂലിയസ് സീസർ ബ്രിട്ടൻ കാണാനിടയാകുന്നതും അതുപോലെ തന്നെ ബ്രിട്ടനെ ഇൻവേഡ് ചെയ്യണം എന്ന ആ ഒരു പ്ലാന് ജൂലിയസ് സീസറിന് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഗാലിക് വാറിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇന്നത്തെ മോഡേൺ ഫ്രാൻസിനെ ഇൻവേഡ് ചെയ്യാൻ പോവുകയാണ് ജൂലിയസ് സീസർ. അതായത് അന്നത്തെ ഗൗൾ. ഓക്കെ, അന്നത്തെ ഗൗളിനെ ഇൻവേഡ് ചെയ്യാൻ പോവുകയാണ് ജൂലിയസ് സീസർ. അതിനോടനുബന്ധിച്ച് ആക്ച്വലി ഗൗളിലെ ഒരുപാട് സ്ഥലങ്ങൾ ജൂലിയസ് സീസറുടെ കീഴിലാവുകയാണ് ചെയ്യുന്നത്. അതായത് ജൂലിയസ് സീസർ ഗൗളിന്റെ ഏകദേശം എല്ലാ ഭാഗവും തന്റെ പരിധിക്കുള്ളിൽ വരുത്തുകയാണ് ജൂലിയസ് സീസർ ചെയ്തത്. അത് കഴിഞ്ഞതും ഉടൻ തന്നെ ജൂലിയസ് സീസറുടെ കണ്ണ് ബ്രിട്ടീഷ് ഐൽസിന്റെ മുകളിൽ പതിയുകയാണ് ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ച് ജൂലിയസ് സീസർ ഈ ബ്രിട്ടീഷ് ഐൽസിനെ മൊത്തമായിട്ട് പിടിച്ചടക്കാൻ തന്റെ പടയോടൊപ്പം വരികയാണ് ആര് ചെയ്യുന്നത്? ജൂലിയസ് സീസർ ചെയ്യുന്നത്. സോ ബ്രിട്ടീഷ് ഐൽസ് ഏതൊക്കെയാണ് ബ്രിട്ടീഷ് ഐൽസിൽ ഉൾപ്പെടുക എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചതാണ് അല്ലേ? സോ ഡൗട്ട് ഉള്ളവർ വേഗം തന്നെ ആ വീഡിയോ ആദ്യം പോയി കാണുക, അതിനുശേഷം മാത്രം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെ ജൂലിയസ് സീസർ ബ്രിട്ടീഷ് ഐൽസ് പിടിച്ചെടുക്കാൻ വരികയാണ്. ജൂലിയസ് സീസർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ബ്രിട്ടൻസിനെ പെട്ടെന്ന് തന്നെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും, വളരെ ചെറിയ ഐലൻഡ് ആണല്ലോ, സോ നമുക്ക് പെട്ടെന്ന് തന്നെ കീഴ്പ്പെടുത്താൻ പറ്റും എന്നാണ് ജൂലിയസ് സീസർ വിചാരിച്ചിരുന്നത്. പക്ഷേ അതെല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ട് ബ്രിട്ടൻസ് ജൂലിയസ് സീസറിനോട് തിരിച്ചടിക്കുകയാണ്. ഓക്കെ, ജൂലിയസ് സീസറുടെ പടയോട് തിരിച്ചടിക്കുകയാണ് ബ്രിട്ടൻ ചെയ്തത്. അവരുടെ ശക്തമായ എതിർപ്പ് പറ്റാതെ ജൂലിയസ് സീസർ നിർബന്ധിതനായി തിരിച്ചു പോവുകയാണ് ഇവിടെ ചെയ്തത്. അതായത് ഈ ഇൻവെൻഷൻ ഇവിടെ അവസാനിക്കുകയാണ് ചെയ്തത്. ജൂലിയസ് സീസർക്ക് ബ്രിട്ടനെ ഇൻവേഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നതാണ്. പക്ഷേ ജൂലിയസ് സീസർ ഒട്ടും തന്നെ പിന്മാറാൻ മനസ്സില്ലാത്ത ഒരു എംപറർ ആയിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ ബ്രിട്ടനെ പിടിച്ചെടുക്കാൻ വേണ്ടി 2000-ലധികം വരുന്ന കാവൽറിയും മാത്രമല്ല 800ഓളം കപ്പലുകളുമോടെ ഒരു വലിയ പടയോടുകൂടി തന്നെ ജൂലിയസ് സീസർ വീണ്ടും വരികയാണ്. ബ്രിട്ടനെ ഇൻവേഡ് ചെയ്യാൻ ജൂലിയസ് സീസർ വീണ്ടും വരികയാണ്. പക്ഷെ ആ സമയത്ത് ബ്രിട്ടനിലെ ആളുകൾ ഒരു സിംഗിൾ ചീഫായ കാസിവിലാനസ് എന്നു പേരുള്ള ഒരു സിംഗിൾ ചീഫിന്റെ കീഴിൽ റോമൻസിനെതിരെ പോരാടുകയാണ് ചെയ്യുന്നത്. സോ പക്ഷേ
നമ്മുടെ ജൂലിയസ് സീസറുടെ ഇത്രയും വലിയ പടയെ എതിർത്ത് നിൽക്കാനായില്ല. അങ്ങനെ അവസാനം ബ്രിട്ടൻസ് ഇവിടെ തോറ്റു പിന്മാറുകയാണ്. അതോടുകൂടി ജൂലിയസ് സീസർ മുഴുവനായിട്ടും ബ്രിട്ടനെ മുഴുവനായിട്ടും ഇൻവേഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് ആക്ച്വലി ഈ ഒരു സംഭവമാണ് ഇങ്ങനെയാണ് ആദ്യമായിട്ട് റോമൻസ് ബ്രിട്ടനെ ഇൻവേഡ് ചെയ്ത സംഭവം. പക്ഷെ ഇതില് മറ്റൊരു സംഭവം, ജൂലിയസ് സീസർ ഇൻവേഡ് ചെയ്തതിനു ശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജൂലിയസ് സീസർ ബ്രിട്ടൻ വിട്ടു പോവുകയാണ്. ഓക്കെ, അതായത് അധിക കാലം ജൂലിയസ് സീസർക്ക് ബ്രിട്ടനിൽ തങ്ങാനൊന്നും സാധിച്ചിരുന്നില്ല. കാരണം ജൂലിയസ് സീസർ പെട്ടെന്ന് തന്നെ മടങ്ങി പോവുകയാണ് ചെയ്തത്. അതിന് കാരണം എന്താണെന്ന് നോക്കുമ്പോൾ, അതായത് ഗൗളിൽ, അതായത് ഇന്നത്തെ മോഡേൺ ഫ്രാൻസ്, ഗൗളിൽ ഉണ്ടായിരുന്ന റെബല്യനില് ജൂലിയസ് സീസർക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. സോ അതിന്റെ ഒരു ഭാഗമായിട്ട് ജൂലിയസ് സീസർ തിരിച്ചു പോകാൻ നിർബന്ധിതനാവുകയാണ് അവിടെ ചെയ്തത്. അതോടുകൂടി തന്നെ നമ്മുടെ റോമൻ കോൺക്വസ്റ്റിന്റെ ഒന്നാമത്തെ ശ്രമം അതായത് 54 BC ജൂലിയസ് സീസറിന്റെ കീഴിൽ വന്നിരുന്ന പട തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഓക്കെ, ഇങ്ങനെയാണ്, ഈ തരത്തിലാണ് റോമൻസ് ആദ്യമായിട്ട് ബ്രിട്ടനെ ഇൻവേഡ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഭാഗം. അതായത് റോമൻസ് ബ്രിട്ടനെ രണ്ടാമത്തെ പ്രാവശ്യം ഇൻവേഡ് ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് എംപറർ ക്ലോഡിയസിന്റെ കീഴിൽ. ഓക്കെ, എംപറർ ക്ലോഡിയസിന്റെ കീഴിൽ 43 AD-ലാണ് രണ്ടാമത്തെ ഇൻവേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, സോ ഇനി അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ എംപറർ ക്ലോഡിയസ്, അതായത് 43 CE-യില് എംപറർ ക്ലോഡിയസ് വന്നത് വലിയൊരു പടയുമായിട്ടാണ്. ബ്രിട്ടനെ പിടിച്ചടക്കാൻ വലിയൊരു പടയുമായിട്ടാണ് എംപറർ ക്ലോഡിയസ് വന്നിരുന്നത്. അതേപോലെ തന്നെ ആ സമയം ജൂലിയസ് സീസറിനെ എതിർക്കാൻ ബ്രിട്ടൻ കാണിച്ച എല്ലാ തരത്തിലുള്ള എതിർപ്പുകളും ഇപ്രാവശ്യവും ബ്രിട്ടൻസ് കാണിച്ചിരുന്നു. അതായത് ഇവര് ആക്ച്വലി കരാക്ടസ് എന്നു പേരുള്ള ഒരു ചീഫ് ക്യാപ്റ്റന്റെ കീഴിൽ ഒത്തുകൂടുകയും ഇവരെല്ലാവരും തന്നെ ഒരുമിച്ച്, കരാക്ടസ് അടങ്ങുന്ന ഈ ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് തന്നെ ക്ലോഡിയസിനെ എതിർക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഒരിക്കലും കരാക്ടസിനോ ബ്രിട്ടൻസിനോ ക്ലോഡിയസിന്റെ ഈ വലിയ പടയ്ക്ക് മുമ്പിൽ ഒന്നും തന്നെ ചെയ്യാനായില്ല. അങ്ങനെ അവസാനം ക്ലോഡിയസ് ബ്രിട്ടൻ പിടിച്ചടക്കിയിരിക്കുകയാണ്. അതായത് ജൂലിയസ് സീസറിന് ശേഷം ദി എംപറർ ക്ലോഡിയസ് ആണ് നമ്മുടെ ബ്രിട്ടൻ രണ്ടാം പ്രാവശ്യം തിരിച്ച് പിടിച്ചിരിക്കുന്നത്. ഓക്കെ, സോ മനസ്സിലായി? അതായത് ഈ എംപറർ ക്ലോഡിയസും കരാക്ടസും, അതായത് കരാക്ടസിന്റെ കീഴിലുള്ള ബ്രിട്ടൻസും നടത്തിയ ഈ ഒരു യുദ്ധം, ഈ ഒരു ബാറ്റിലിനെയാണ് നമ്മൾ ബാറ്റിൽ ഓഫ് മെഡ്വേ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഈ ബാറ്റിൽ ഓഫ് മെഡ്വേ നടക്കുന്നത് എവിടെയാ? ഇൻ ദ ബാങ്ക്സ് ഓഫ് ദി റിവർ തേംസ് നദീതീരത്താണ് ഈ ബാറ്റിൽ ഓഫ് മെഡ്വേ നടക്കുന്നത്. സോ ഇത് എന്തായാലും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ വളരെയേറെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എംപറർ ക്ലോഡിയസും കരാക്ടസും തമ്മിൽ നടന്ന ആ ബാറ്റിലിന്റെ പേര് എന്ത് എന്ന്. ഓക്കെ, അതാണ് നമ്മുടെ ബാറ്റിൽ ഓഫ് മെഡ്വേ. ഇത് എവിടെയാണ് നടക്കുന്നത്? ഇൻ ദ ബാങ്ക്സ് ഓഫ് ദി റിവർ തേംസ് നദീ തീരത്താണ് ഈ ബാറ്റിൽ നടക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, പക്ഷെ നമ്മൾ വിചാരിക്കും ഇപ്പോ ക്ലോഡിയസ് മുഴുവനായിട്ടും ബ്രിട്ടൻ പിടിച്ചെടുത്തല്ലോ, സോ അതിനുശേഷം പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അതിനുശേഷവും, അതായത് ക്ലോഡിയസ് ബ്രിട്ടൻ പിടിച്ചെടുത്തതിന് ശേഷവും ക്ലോഡിയസിന്റെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും അവിടെ ക്ലോഡിയസ് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവിടെ നേരിടേണ്ടി വന്നത്. അതായത് ബോഡിക്ക എന്ന് പറഞ്ഞ ക്വീൻ ഉണ്ട്. അതായത് കെൽട്ടിക് പീപ്പിളുടെ ക്വീനാണ് ബോഡിക്ക എന്ന് പറഞ്ഞ രാജ്ഞി. അപ്പോ ഈ രാജ്ഞിയും ഈ രാജ്ഞിയുടെ 2 പെൺമക്കളും ഒത്തുചേർന്ന് കുറച്ച് ജനങ്ങളെയും ഒത്തുപിടിച്ചുകൊണ്ട് നിരന്തരമായി തുടരെ ക്ലോഡിയസിന്റെ എതിരെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു, അതായത് പോരാടിക്കൊണ്ടേയിരുന്നു. പക്ഷെ അതൊന്നും ക്ലോഡിയസിന്റെ മുൻപിൽ വില പോയില്ല. പിന്നീട് ഈ രാജ്ഞിയെയും ഈ രാജ്ഞിയുടെ 2 പെൺമക്കളെയും റോമൻ സോൾജേഴ്സ് പിന്നീട് ക്രൂരമായി ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടി ബ്രിട്ടന്റെ പൂർണ്ണ ഭരണം അഥവാ പൂർണ്ണ അധികാരം ആരുടെ കയ്യിലേക്കായി മാറി? അതെ, എംപറർ ക്ലോഡിയസിന്റെ കയ്യിലേക്കായി മാറി. സോ ഇതാണ് രണ്ടാമത്തെ
റോമൻ കോൺക്വസ്റ്റ് എവിടെ ഇൻ ബ്രിട്ടൻ. ഓക്കെ, ഇങ്ങനെ രണ്ട് സെഗ്മെന്റ് ആയിട്ടാണ് റോമൻസ് ബ്രിട്ടനെ ഇൻവേഡ് ചെയ്തത്. ഓക്കെ, സോ ഒന്ന് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ജൂലിയസ് സീസറുടെ നേതൃത്വത്തിലായിരുന്നു. രണ്ടാമത്തേതോ യെസ് എംപറർ ക്ലോഡിയസ്. ഓക്കെ, സോ ഇതിനുശേഷം എംപറർ ക്ലോഡിയസ് ആദ്യത്തെ ബ്രിട്ടൻ ഗവർണറെ നിയമിക്കുകയാണ് ഉണ്ടായത്. അതായത് അഗ്രിക്കോള. അദ്ദേഹത്തിന്റെ പേരാണ് അഗ്രിക്കോള. ആദ്യത്തെ ബ്രിട്ടൻ ഗവർണർ ആണ് ആര്? അഗ്രിക്കോള. ഓക്കെ, സോ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സോ ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, സോ ഈ അഗ്രിക്കോള ഇനി നമുക്ക് നോക്കാം. ഇത്രയും അതായത് അഗ്രിക്കോളയുടെ ഭരണത്തോടുകൂടി അഥവാ എംപറർ ക്ലോഡിയസിന്റെ ഭരണത്തോടുകൂടി ബ്രിട്ടനിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അല്ലെ. എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്, എന്തൊക്കെ സിവിലൈസേഷൻ ആണ്, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ നോക്കുമ്പോൾ അഗ്രിക്കോള ഈ ബ്രിട്ടനിലെ ആദ്യത്തെ ഗവർണർ ആയിട്ട് വന്നത് 77 CE കാലഘട്ടത്തിലാണ്. ഓക്കെ, സോ അഗ്രിക്കോള എന്ന ഇദ്ദേഹത്തിന് ഹിസ്റ്ററിയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇദ്ദേഹം ബ്രിട്ടൻ സൊസൈറ്റിയെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഇദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചിരുന്നു എന്നതാണ് സത്യം. പല രീതിക്കും ഹിസ്റ്ററിയെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് അഗ്രിക്കോള, അഥവാ ബ്രിട്ടൻ സൊസൈറ്റിയെ സ്വാധീനിച്ച ഒരു ഗവർണറാണ് അഗ്രിക്കോള എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം ബ്രിട്ടൻസിനെ സ്വാധീനിച്ചതെന്ന് നമുക്ക് നോക്കാം. അതായത് റോമൻ ഇൻവേഷൻ കംപ്ലീറ്റ് ആക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ഒരു ഗവർണറാണ് അഗ്രിക്കോള. പല രീതിക്കാണ് അദ്ദേഹം ഇതിന് പരിശ്രമിച്ചത്. അതിൽ ഓരോന്നായി നമുക്കിപ്പോൾ വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, ഇദ്ദേഹം ആദ്യം തന്നെ ചെയ്തത് വെയിൽസ്, അതായത് നമ്മുടെ ഫോർ പാർട്സിൽ ഒന്നാണ് വെയിൽസ് എന്ന് പറയുന്നത് അല്ലെ, കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചിരുന്നില്ലേ. ഓക്കെ, സോ ആദ്യം തന്നെ ഇദ്ദേഹം വെയിൽസ് മുഴുവനായിട്ട് തന്റെ കൈപ്പിടിയിലാക്കുകയാണ് ഇദ്ദേഹം അഗ്രിക്കോള എന്ന ഈ ഗവർണർ ആദ്യമായിട്ട് ചെയ്തത്. വെയിൽസും അതുപോലെ തന്നെ അതിനോട് സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് പ്ലേസസും അദ്ദേഹത്തിന്റെ കൈപ്പിടിയിലാക്കി. ഇതിനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ചെയ്ത പ്രവൃത്തിയാണ് ടാക്സ് അല്ലെ, നികുതി അതായത് ടാക്സിന്റെ പോളിസി. അതായത് ഇദ്ദേഹം ടാക്സിന്റെ പോളിസി മുഴുവനായിട്ട് മാറ്റുകയും മാത്രമല്ല സാധാരണക്കാരന്റെ സൗകര്യത്തിനനുസരിച്ച് ഈ ഗൂഡ്സ് അതായത് ചരക്കുകളുടെ വില കുറവും അദ്ദേഹം ഉന്നം വെച്ചിരുന്നു. അതായത് അദ്ദേഹം വില കുറയ്ക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെയാണ് ആദ്യം തന്നെ അഗ്രിക്കോള ജനങ്ങൾക്ക് ശ്രദ്ധേയമാകുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറുന്നത് ഇത്തരത്തിലൂടെയുള്ള പ്രവൃത്തികളിലൂടെയാണ്. ഓക്കെ, അതായത് ഒരു സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ടാക്സ്, നികുതി എന്ന് പറയുന്നത് അല്ലെ. സോ അതിനെല്ലാം മാറ്റിമറിച്ച് സാധാരണക്കാർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത ഒരു ഗവർണർ ആയിരുന്നു ഈ അഗ്രിക്കോള എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇനി നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇദ്ദേഹം റോമനലൈസേഷൻ എന്നും പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇദ്ദേഹം ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ് പാക്സ് റോമ, അഥവാ എന്താ അതിനർത്ഥം? ക്ഷമ. ഓക്കെ, പീസ് അപ്പോൺ പീപ്പിൾ, ജനങ്ങൾക്കിടയിൽ സമാധാനത്തെ വളർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു ചിന്താഗതിയിൽ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഈ ഗവർണർ അഗ്രിക്കോള. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് സന്തോഷമുള്ള ഒരു ജീവിതവും ഒരുപാട് സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതവുമാണ് ഇദ്ദേഹം നയിച്ചത്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ജനങ്ങൾ നയിച്ചു വന്നിരുന്നത്. ഓക്കെ, സോ മനസ്സിലായല്ലോ. അതായത് അഗ്രിക്കോള എന്നും ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണ് ആദ്യം തന്നെ ജനങ്ങൾക്ക് ഏറെ ശ്രദ്ധേയമാകുന്ന ഒരു വ്യക്തിയായി മാറിയത്. ഓക്കെ, ഇദ്ദേഹം മാത്രമല്ല ലിറ്ററേച്ചർ ഫീൽഡിലും ഇദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്തിരുന്നു. അതായത് ആക്ച്വലി ബ്രിട്ടൻസ് എന്ന് പറയുന്നത് ഇവർ പേഗൻസ്, അതായത് ഇവർ കാട്ടാളന്മാരാണ്. അതായത് ഇവരെല്ലാവരും ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, ഗോത്രവർഗക്കാരാണ്. ഇവര് എപ്പോഴും കാട്ടാളന്മാരാണ്. ഇവർക്ക് പഠിപ്പില്ല, ഇവർക്ക് വിവരമില്ല, ഇവർക്ക് വായിക്കാനോ എഴുതാനോ ഒന്നിനും ഇവർക്ക് കഴിയില്ല. ഇവർക്ക് കിട്ടിയതെല്ലാം പറിച്ചു കഴിക്കും. അങ്ങനെ ഒരു
അച്ചടക്കമില്ലാത്ത, അതായത് സിവിലൈസ്ഡ് അല്ലാത്ത ഒരു ജീവിതമായിരുന്നു അന്നത്തെ ബ്രിട്ടൻ അവിടെയുള്ള ജനങ്ങള് നയിച്ചിരുന്നത്. അതിന്റെ കുറച്ച് ഗോത്രവർഗങ്ങളുടെ എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞതുപോലെ കെൽറ്റിക്, കെന്റ്, പിക്സ്, സ്കോട്ട് എന്നീ എക്സാമ്പിൾസ് ഒക്കെ അവിടെയുള്ള ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ പേരുകളാണ്. ഓക്കെ, സോ ഇവരൊക്കെയാണ് അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ്. സോ ഇവരൊക്കെ പേഗനിസം, അതായത് ഇവര് ഗോത്രങ്ങളായതുകൊണ്ട് തന്നെ ഇവര് പ്രകൃതിയെ ദൈവമായി കണ്ട് ആരാധിക്കുന്ന കുറച്ച് ആൾക്കാരായിരുന്നു. സോ ഇതിനൊക്കെ മൊത്തത്തിലാണ് നമ്മുടെ അഗ്രിക്കോള മാറ്റിമറിച്ചത്. ഇവർക്കിടയിൽ സിവിലൈസേഷൻ വളർത്താൻ അഗ്രിക്കോള വളരെയേറെ ശ്രമിച്ചിരുന്നു. അത് വളരെയേറെ വിജയകരമാവുകയും ചെയ്തു. അതായത് അഗ്രിക്കോള ആദ്യം തന്നെ ലാറ്റിൻ ഭാഷ, അതായത് റോമിലെ ഭാഷയാട്ടോ ലാറ്റിൻ. ഓക്കെ, സോ ഈ ലാറ്റിൻ ഭാഷ ഇവരിലേക്ക് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുകയും ഇവരെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുകയും ഇവരെ കുറച്ചുകൂടി സിവിലൈസ്ഡ് ആക്കാനും അഗ്രിക്കോള ശ്രമിച്ചിരുന്നു. അതെല്ലാം വിജയകരമാവുകയും ചെയ്തിരുന്നു. അതിന്റെ എല്ലാം തന്നെ റിസൾട്ട് ആയിട്ടാണ് അന്നത്തെ ബ്രിട്ടൻസ് പിന്നീട് റോമൻ സ്റ്റൈലിൽ വസ്ത്രങ്ങൾ ധരിക്കാനും റോമൻസ് ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ, അതുപോലെ റോമൻസ് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ എന്നീ വക വസ്തുക്കൾ, അതുപോലെ റോമൻസിന്റെ ഒരു പ്രത്യേകതയാണ് ബാത്തിന് പോവുക എന്നുള്ളത്. ഓക്കെ, ആക്ച്വലി ഒരു പ്രത്യേകതരം കുളിക്കുന്ന രീതിയാണത്. ഓക്കെ, സോ അതും ബ്രിട്ടൻസ് ഏറ്റെടുക്കാൻ തുടങ്ങി. മാത്രമല്ല ലാറ്റിൻ ഭാഷ പഠിക്കാനും എഴുതാനും വായിക്കാനും എല്ലാം തന്നെ അവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ രീതിക്കും ബ്രിട്ടൻസ് സിവിലൈസ് ആവാൻ തുടങ്ങി. ഓക്കെ, അഗ്രിക്കോളന്റെ കീഴില് പുതിയ പുതിയ റോഡുകളും വഴികളും എല്ലാം തന്നെ അദ്ദേഹം പണിതു വെച്ചിരുന്നു. അദ്ദേഹം അന്ന് പണിതു വെച്ച ഒരുപാട് റോഡുകൾ തന്നെയാണ് ഇപ്പോഴും അവിടെ നമ്മുടെ ബ്രിട്ടനിൽ കാണപ്പെടുന്നതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും. ഇപ്പോഴും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ച ഹാഡ്രിയൻസ് വാൾ ഓർമ്മയുണ്ടോ? ഹാഡ്രിയൻസ് വാൾ എല്ലാം തന്നെ ഇതിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്ന ഒരു മോണുമെന്റ് ആണ്. ഓക്കെ, സോ അങ്ങനെ എല്ലാ രീതിക്കും ഇവര് സിവിലൈസ്ഡ് ആയി മാറുകയാണ് ചെയ്തത്. മാത്രമല്ല റോമനൈസേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്രിട്ടൻസിനെ സിറ്റീസിലും ടൗൺസിലും ജീവിക്കുന്ന ആ ജീവിത രീതിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ, ആ ജീവിത രീതിയുമായി മുന്നോട്ട് പോകാൻ അഗ്രിക്കോള, അതായത് നമ്മുടെ ഇവിടുത്തെ ഗവർണർ ഒരുപാട് തന്നെ പ്രൊമോട്ട് ചെയ്യുകയും അതെല്ലാവരും തന്നെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും പിന്നീട് അവരുടെ ലൈഫ് സ്റ്റൈൽ ഇത്തരത്തിലായി മാറുകയും ചെയ്തിരുന്നു. അതായത് കാട്ടിലും മേട്ടിലും കുന്നുകളിലും വസിച്ചിരുന്ന ബ്രിട്ടൻസ് ഇപ്പോൾ സിറ്റീസിലും ടൗണുകളിലും ജീവിക്കാനും ആ ജീവിത രീതിയുമായി പൊരുത്തപ്പെടാനും, മാത്രമല്ല റോമൻസ് ധരിക്കുന്ന വസ്ത്രത്തിന്റെ ആ ഒരു സ്റ്റൈൽ സ്വീകരിക്കാനും അവർ ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ ഉപയോഗിക്കാനും പഠിപ്പും ഇവരും, അതായത് എഴുതാനും വായിക്കാനും പഠിക്കാനും കുറച്ചുകൂടി, അതായത് ഒരുപാട് അക്രമങ്ങളെല്ലാം ഒഴിവാക്കി സമാധാനപരമായ രീതിയിൽ ജീവിക്കാനും അഗ്രിക്കോളയ്ക്ക് അതെല്ലാം അവരിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നു. ആ ജീവിത രീതി ഇവരെല്ലാവരും തന്നെ സ്വീകരിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും റോമൻസിന്റെ ഇൻവെൻഷനിലൂടെ ബ്രിട്ടൻസിന് വന്ന വളരെ വളരെ വലിയൊരു മാറ്റമാണ് ഇതൊക്കെ. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യന് ചാൻസ് ഉണ്ട്. അതായത് ബ്രിട്ടീഷിലെ ആദ്യത്തെ കോളനി, അതായത് റോമൻസിന്റെ ക്യാപിറ്റൽ ആയിട്ട് അന്ന് അവർ കണ്ടിരുന്നത് കമുലോഡനം എന്ന സ്ഥലമായിരുന്നു. ഏതാണ്? കമുലോഡനം. ഓക്കെ, സോ ഇത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ട്രേഡിലോട്ട് കിടന്നാലോ? ഇവര് റോമൻസിന്റെ ഇൻവെൻഷനിലൂടെ ബ്രിട്ടനിൽ വന്ന ട്രേഡ്, കച്ചവടത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്താണെന്ന് നോക്കിയാലോ? ഓക്കെ, അതായത് റോമിൽ നിന്നും വളരെ വിലപിടിപ്പുള്ള സ്വർണം, അതുപോലെ സിൽവർ, കന്നുകാലികള്, ഇരുമ്പ്, അയൺ എന്നിവക സാമഗ്രികൾ റോമിൽ നിന്നും ബ്രിട്ടനിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരികയും തിരിച്ച് ഇവിടെ നിന്ന് മറ്റുള്ള ഗൂഡ്സ് ആയ നെക്ലസ്, അതുപോലെ ഗ്ലാസ് വെയർസ്, ബ്രേസ്ലെറ്റ് ഇത്തരത്തിലുള്ള വസ്തുക്കൾ തിരിച്ച് റോമിലോട്ട് അയക്കാനും തുടങ്ങിയിരുന്നു. അതിലൂടെ തന്നെ കച്ചവട രീതിയിലും ബ്രിട്ടൻസിന് ഇംപ്രൂവ്മെന്റേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, മാത്രമല്ല ബ്രിട്ടനിൽ നിന്നും സ്ലേവ്സ്, അതായത് അടിമകൾ, അവിടെ റോമില് പണിയെടുക്കാൻ അടിമകളെ കൂടി ബ്രിട്ടനിൽ നിന്നും ഈ റോമൻസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷൻ അഥവാ കച്ചവട രീതികളിൽ ബ്രിട്ടനിൽ വന്ന മാറ്റങ്ങൾ. ഓക്കെ, മാത്രമല്ല ഒരുപാട് ടൗൺ
പറഞ്ഞിരുന്നില്ലേ? സോ അതിൽ ചില ടൗൺസുകളും സിറ്റീസും കൂടി നമുക്ക് നോക്കിയാലോ. അതായത് ചെസ്റ്റർ, കാസ്റ്റർ, സെസ്റ്റർ എന്നീ തരത്തിലുള്ള കുറച്ച് പേരുകളാണ് അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് സിറ്റീസ്. ഓക്കെ, ഏതൊക്കെയാണ്? ചെസ്റ്റർ, കാസ്റ്റർ ആൻഡ് ദെൻ സെസ്റ്റർ. ഓക്കെ, ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ബ്രിട്ടീഷ് ടൗൺ, അതായത് ഇമ്പോർട്ടൻറ്റ് ബ്രിട്ടീഷ് ടൗൺസിന്റെ കുറച്ച് പേരുകൾ നമുക്ക് നോക്കിയാലോ. ഓക്കെ, അതിൽ ഒന്നാമതാണ് കോൾചെസ്റ്റർ. ഓക്കെ, അതായത് കോൾചെസ്റ്റർ, അതുപോലെ തന്നെ ഗ്ലോസെസ്റ്റർ ആൻഡ് ദെൻ ഡോൺകാസ്റ്റർ, ഇത്തരത്തിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ബ്രിട്ടീഷ് ടൗൺസും നമുക്ക് റോമൻ ഇൻവെൻഷനിലൂടെ ബ്രിട്ടനിൽ രൂപപ്പെട്ടുകൊണ്ടിരുന്നു. ഓക്കെ, സോ മാത്രമല്ല ഇനി ലിറ്ററേച്ചറിലും കുറച്ച് മാറ്റങ്ങൾ വന്നിരുന്നു. അതായത് ലാംഗ്വേജിന്റെ കാര്യത്തിൽ നമ്മൾ ഇന്ന് ഫോർ എക്സാമ്പിൾ നോക്കുമ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ കാണുന്ന ചില വാക്കുകൾ ലാറ്റിൻ, അതായത് ലാറ്റിൻ വേർഡിൽ നിന്നും വന്നതാണ്. റോമൻസിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണത്. അതിൽ കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ എക്സിറ്റ്. ഓക്കെ, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എക്സിറ്റ് എന്നുള്ള വാക്കും പെഡസ്ട്രിയൻ എന്നുള്ള വാക്കും എല്ലാം തന്നെ നമുക്ക് ഇറ്റാലിയൻ ലാറ്റിൻ വേർഡ്സ് ആണ്. ഓക്കെ, ലാറ്റിനിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത കുറച്ച് വേർഡ്സ് ആണ് ഇതൊക്കെ. സോ മനസ്സിലായല്ലോ. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം കൂടിയുണ്ട്, ക്രിസ്ത്യാനിറ്റി. ഓക്കെ, മതപരമായ പ്രചരണം. അതായത് ബ്രിട്ടൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രകൃതിയെ ദൈവമായി കണ്ട് അവർ വാഴ്ത്തിയിരുന്ന, നരബലി കൊടുക്കുന്ന അത്തരത്തിലുള്ള ഒരു സെഗ്മെന്റിൽ ചിന്താഗതിയിൽ നിന്നും ക്രിസ്ത്യാനിറ്റി അവിടെ പ്രചരിക്കാൻ തുടങ്ങി. അതായത് റോമൻസിന്റെ മതമാണ് ക്രിസ്ത്യാനിറ്റി ആ സമയത്ത്. സോ അവരുടെ മതം കൂടി ഇവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. അതും വളരെ വലിയ രീതിക്ക് തന്നെ ക്രിസ്ത്യാനിറ്റി എല്ലാവരും സ്വീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ റോമൻസിന്റെ ഉദ്ദേശം വെറുതെ ബ്രിട്ടനിൽ വന്നിട്ട് ഇൻവേഡ് ചെയ്തിട്ട് ചുമ്മാ അങ്ങോട്ട് ഇവരെ പട്ടിപ്പണി എടുപ്പിച്ചിട്ട് ചുമ്മാ അങ്ങോട്ട് പോവുകയല്ലായിരുന്നു അവരുടെ ഉദ്ദേശം. അവരിവിടെ വന്നിട്ട് ഇവിടെയുള്ള ബ്രിട്ടൻസിനെ അവർക്ക് സിവിലൈസ്ഡ് ആക്കണമായിരുന്നു. ഓക്കെ, ഇവർക്ക് സിവിലൈസേഷൻ എന്തെന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നു. അതായത് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് ഉദ്ദേശങ്ങളോട് കൂടിയാണ് ഈ റോമൻസ് ബ്രിട്ടനെ ഇൻവേഡ് ചെയ്തതും അതെല്ലാം അവർക്ക് പൂർത്തിയാക്കാനും സാധിച്ചിരുന്നു. ഓക്കെ, സോ നമുക്കിനി അടുത്ത ഒരു സെക്ഷനിലോട്ട് പോകാം. സോ ഇപ്പൊ നിങ്ങൾക്ക് റോമൻ ഇൻവെൻഷനിലോട് കൂടി ഈ ബ്രിട്ടനിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലായല്ലോ. അതായത് ഒരുപാട് രീതിക്ക് എല്ലാ സെക്ടറിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളാണ് ബ്രിട്ടൻസിന്റെ ലൈഫ് സ്റ്റൈൽ വന്നത്. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഒരു അടുത്ത മറ്റൊരു ടോപ്പിക്കിലോട്ട് പോകും. അല്ലെ, ഞാൻ പറഞ്ഞിരുന്നു റോമൻസ് അവരുടെ ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കാൻ, അതായത് ബ്രിട്ടൻസിന്റെ ഇടയിൽ പ്രചരിപ്പിക്കാൻ അവർ ഒരുപാട് ശ്രമിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. ആ ശ്രമത്തിന്റെ ഭാഗമായി വന്ന ഒരു തരം പദ്ധതിയാണ് നമ്മുടെ ഗ്രിഗോറിയൻ മിഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഗ്രിഗോറിയൻ മിഷൻ, അതായത് ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന, അതായത് ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന ആംഗ്ലോ സാക്സൻസ് എന്ന് പറഞ്ഞ ഒരു ട്രൈബൽ ഗ്രൂപ്പ് ആണ്. അപ്പൊ ട്രൈബൽ ഗ്രൂപ്പ് ഒരു ഗോത്രവർഗമാണ്. ഓക്കെ, സോ ആംഗ്ലോ സാക്സൺ, അതുപോലെ കെന്റ്, അത് മറ്റൊരു ട്രൈബൽ ഗ്രൂപ്പാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ട്രൈബൽ ഗ്രൂപ്പ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ പേഗനിസം അഥവാ ഡ്രൂയിഡിസം, അതായത് പ്രകൃതിയെ എല്ലാം തന്നെ ദൈവമായി കണ്ട് പൂജ ചെയ്യുകയും മറ്റുള്ള അത്തരത്തിലുള്ള ഒരു രീതി ചെയ്തു വന്ന അവരെ ക്രിസ്ത്യാനിറ്റി സ്വീകരിപ്പിക്കാനുള്ള അതിനുള്ള ഒരു മോട്ടീവായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഗ്രിഗോറിയൻ മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഗ്രിഗോറിയൻ മിഷൻ നിലവിൽ വന്നത് 597 CE കാലഘട്ടത്തിലാണ്. ഓക്കെ, സോ ഈ വർഷത്തിന്റെ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. 597 CE കാലഘട്ടത്തിലാണ് ഗ്രിഗോറിയൻ മിഷൻ നിലവിൽ വന്നത്. ഇത് കൊണ്ടുവന്നത് ആരാണ്? ഈ ഒരു ഉദ്ദേശം കൊണ്ടുവന്നത് ആരാണെന്ന് നമ്മൾ നോക്കുമ്പോൾ പോപ്പ് ഗ്രിഗറി ദ ഗ്രേറ്റ്. ഓക്കെ, ഒരു പോപ്പായ ഗ്രിഗറി ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞ ഒരു പോപ്പാണ് ഈ ഒരു മിഷൻ, ഈ ഒരു പദ്ധതി നിലവിൽ 597 CE കാലഘട്ടത്തിൽ കൊണ്ടുവന്നത്. ഓക്കെ, ഈ പോപ്പ് ഗ്രിഗറി ദ ഗ്രേറ്റ് ഇദ്ദേഹം ഈ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി മറ്റൊരു അച്ഛനെ, അതായത് ബിഷപ്പ് അഥവാ മോങ്ക് എന്നൊക്കെ പറയാം, മറ്റൊരു മോങ്കിനെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് അഗസ്റ്റിൻ.
ഈ പേര് എല്ലാവരും ശ്രദ്ധിച്ചു വെച്ചോളാ. ഈ പേര് നമുക്ക് ഇനി ഒരുപാട് നമുക്ക് ഇദ്ദേഹത്തെ പറ്റി ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. ഹിസ്റ്ററിയിൽ നിന്ന് മാത്രമല്ല ബാക്കിയുള്ള നമ്മുടെ ഫസ്റ്റ് സെമിസ്റ്ററിൽ തന്നെ ഒരുപാട് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഈ പേര് നമുക്കിനി കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിന്റെ ഹിസ്റ്ററി നമുക്ക് പഠിക്കാൻ സാധിക്കും. ശ്രദ്ധിച്ചു കേൾക്കുക കേട്ടോ. ഈ ഒരു പേര് നിങ്ങൾ മറക്കാതിരിക്കുക. അഗസ്റ്റിൻ എന്നു പേരുള്ള ഒരു പള്ളിയിലച്ചനെയാണ് ഈ പോപ്പ് ഗ്രിഗറി ദ ഗ്രേറ്റ് ഈ പദ്ധതിക്കായിട്ട് പദ്ധതി ഏൽപ്പിച്ചത്. ഓക്കെ, മനസ്സിലായോ? അതായത് ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ ആംഗ്ലോ സാക്സൺ, കെന്റ് ഇതുപോലുള്ള ബ്രിട്ടനിൽ നിലകൊണ്ടിരുന്ന ഗോത്രവർഗക്കാരെ ക്രിസ്ത്യൻസ് ആക്കി മാറ്റുക എന്നതാണ് ഈ മിഷന്റെ ഈ പദ്ധതിയുടെ ഉദ്ദേശം. മനസ്സിലായല്ലോ? സോ ഇതിനെ സംബന്ധിച്ച് അഗസ്റ്റിൻ നമ്മുടെ പള്ളിയിലച്ചനായ അഗസ്റ്റിൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കെന്റ് എന്ന ട്രൈബൽ ഗ്രൂപ്പിന്റെ രാജാവായിരുന്ന എദൽബർട്ട് എന്ന് പറഞ്ഞ ആ രാജാവിനെ ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, സോ ഈ കെന്റ് ട്രൈബിന്റെ രാജാവ് തന്നെ, അതായത് തലവൻ തന്നെ ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കുമ്പോൾ അവരുടെ പ്രജകൾ സ്വീകരിക്കാതിരിക്കും? ഉറപ്പായിട്ടും ഇല്ല അല്ലെ? അപ്പോൾ ആ ഒരു രൂപേണ തന്നെ പതിയെ കെന്റ് എന്ന ട്രൈബൽ ഗ്രൂപ്പിനെ മുഴുവനായിട്ടും അഗസ്റ്റിന് ക്രിസ്ത്യാനിറ്റിയിലോട്ട് അവരെ കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. അങ്ങനെ ഈ ഒരു മിഷൻ, ഈ ഗ്രിഗറിയൻ മിഷൻ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഇംഗ്ലണ്ടിൽ കാണുന്ന ഇത്രയും ക്രിസ്ത്യൻസ്. ഓക്കെ, അങ്ങനെയാണ് റോമിലെ പോലെ തന്നെ ഇത്രയും ക്രിസ്ത്യൻസ് ഉള്ള മറ്റൊരു രാജ്യമായി മാറിയത്. ഓക്കെ, സോ അതുകൊണ്ടാണ് അവിടെ ഇത്രയും ക്രിസ്ത്യൻസ്. ഈ ഗ്രിഗറിയൻ മിഷൻ വളരെയേറെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ മാറ്റിയിരുന്നു. പക്ഷെ പിന്നീട് ഈ അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ഈ പള്ളിയിലച്ചന് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോ അതൊക്കെ നമുക്കിനി അടുത്ത യൂണിറ്റിൽ പഠിക്കാനുണ്ട്. സോ ഇപ്പോൾ നമ്മൾ നോക്കി മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഗ്രിഗറിയൻ മിഷന്റെ വരവോടുകൂടി ഈ പദ്ധതി സക്സസ്ഫുൾ ആവുന്നതിനൊപ്പം രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, അത്യാവശ്യം ബ്രിട്ടനിലുള്ള ഏറെക്കുറെ എല്ലാ ട്രൈബൽ ഗ്രൂപ്പ്സും ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചു എന്നും, മറ്റൊന്ന് കാൻറ്റർബറി. ഈ സ്ഥലത്തിന്റെ പേര് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. കാൻറ്റർബറിയിലെ എപ്പിസ്കോപ്പൽ ചർച്ചിന്റെ എസ്റ്റാബ്ലിഷ്മെന്റും ആണ് ഇവിടെ ഈ ഗ്രിഗറിയൻ മിഷനോടുകൂടി സംഭവിച്ച രണ്ട് കാര്യങ്ങൾ. മനസ്സിലായല്ലോ? സോ അങ്ങനെ ഈ കാൻറ്റർബറിയിലുള്ള ഒരു പുണ്യാത്മാവായിട്ട് മാറുകയാണ് ആര് ചെയ്യുന്നത്? അഗസ്റ്റിൻ. അതെങ്ങനെയാണ് ഈ പുണ്യാത്മാവായി മാറുന്നത് എന്നും എങ്ങനെയാണ് ഈ പള്ളിയുടെ അതായത് കാൻറ്റർബറിയിലുള്ള ഈ എപ്പിസ്കോപ്പിയൽ ചർച്ചിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പിന്നിലുള്ള സ്റ്റോറി എന്താണെന്നും എല്ലാം തന്നെ നമുക്കിനി വരുന്ന ലെസണിൽ പഠിക്കാനുണ്ട്. ഓക്കെ, സോ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഇപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം അഗസ്റ്റിന്റെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി ഈ എപ്പിസ്കോപ്പിയൽ ചർച്ച് കാൻറ്റർബറിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, മാത്രമല്ല ആദ്യത്തെ ഇംഗ്ലീഷ് ചർച്ചും കൂടിയാണ് നമ്മുടെ എപ്പിസ്കോപ്പിയൽ ചർച്ച് എവിടെയാ? കാൻറ്റർബറി. ഓക്കെ, കാൻറ്റർബറിയിലെ എപ്പിസ്കോപ്പിയൽ ചർച്ചാണ് ആദ്യത്തെ ഇംഗ്ലീഷ് ചർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഗ്രിഗറിയൻ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റോമൻ കോൺക്വസ്റ്റിനെ അനുബന്ധിച്ച് ഇത്രയും കാര്യങ്ങളാണ് അന്ന് ബ്രിട്ടനിൽ നടന്നത്. എനിക്കറിയാം നമ്മുടെ ക്ലാസ്സസ് കുറച്ചുകൂടെ ലോങ് ആയിരിക്കും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് അത്രയും വിശദീകരിച്ച് തരണം, എന്നാലേ നിങ്ങൾക്ക് ഈ ഹിസ്റ്ററി മനസ്സിലാവുള്ളൂ എന്ന ഉദ്ദേശം കൊണ്ടുകൂടിയാണ് ഞാൻ മാക്സിമം ഇത്രയും പറയുന്നത്. സോ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാത്തതെല്ലാം തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യുക. മാത്രമല്ല ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ യൂണിറ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ക്ലാസ് കേട്ടതിന് ശേഷം ഈ ലേണിംഗ് മെറ്റീരിയൽ വായിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ബാക്കിയുള്ള ഡൗട്ട്സ് പിന്നെ ക്ലിയർ ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റ് 2 പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കുറച്ചുകൂടി ഡിഫൈൻ ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ അതുവരെ നമുക്കിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഓക്കെ, ബൈ.